ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എമ്പുരാൻ സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ഒരു ചെറിയ സിനിമ അതായിരുന്നു എമ്പുരാൻ. ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കിട്ടിയ ഹൈപ്പൊന്നും ചില്ലറയായിരുന്നില്ല. അത് നമ്മൾ ബുക്കിങ്ങിലും കണ്ടതായിരുന്നു. ബുക്ക് മൈ ഷോ വരെ അടിച്ചു പോയതായിരുന്നു. ആ ലെവല് ഹൈപ്പും ബുക്കിങ്ങും ആയിരുന്നു എമ്പുരാൻ സിനിമയ്ക്ക് കിട്ടിയത്. അതിന് ഒരേ ഒരു കാരണം ലൂസിഫർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആയിരുന്നു. എന്നാൽ എമ്പുരാൻ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു സിനിമയ്ക്ക് ടോട്ടലി വന്നുകൊണ്ടിരുന്നത്. പിന്നെ എക്സ്ട്രാ ഡീഗ്രേഡിങ്ങും അതിന് ഇപ്പോഴും ഒരു കുറവുമില്ല. മിക്സഡ് റെസ്പോൺസും ഡീഗ്രേഡിങ്ങും എല്ലാം വന്നിട്ടും എമ്പുരാൻ സിനിമ ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീഴുമെന്ന് പലരും പറഞ്ഞിരുന്നു. മിക്സഡ് വന്നപ്പോൾ ഫാൻസിനടക്കം ചെറിയൊരു പേടിയുണ്ടായിരുന്നു എമ്പുരാൻ്റെ അവസ്ഥ എന്താവുമെന്ന്. നമ്മളും മുൻപൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. എന്നാൽ മിക്സഡ് റെസ്പോൺസിനെയും ഡീഗ്രേഡിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എമ്പുരാൻ സിനിമ ബോക്സ് ഓഫീസിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഓഫീസിനെ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമ ഇനി അറിയപ്പെടാൻ പോകുന്നത് റെക്കോർഡുകളുടെ തമ്പുരാൻ എന്നാണ്. മലയാള സിനിമയുടെ അഭിമാനം. ശരിക്കും പൃഥ്വിരാജ് എന്ന ഡയറക്ടർ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ രാജമൗലി തന്നെയാണ്. പൃഥ്വിരാജിനെ കൊണ്ടല്ലാണ്ട് വേറെ ആരെക്കൊണ്ടും ഈ ലെവൽ പടമൊന്നും മലയാളത്തിൽ എടുത്തു വെക്കാൻ പറ്റൂല. പക്ക ഹോളിവുഡ് ലെവൽ സ്റ്റഫ്. അങ്ങനെ സിനിമയെ നെഗറ്റീവായി ബാധിച്ച എല്ലാത്തിൻ്റെയും അണ്ണാക്കിൽ ചവിട്ടിക്കൊണ്ട് എമ്പുരാൻ സിനിമ 2 ദിവസം കൊണ്ട് 100 കോടി നേടിയിരിക്കുകയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് ഇപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് സ്വന്തം. എമ്പുരാൻ സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 67 കോടിയാണ്. കേരളത്തിൽ നിന്ന് മാത്രം എമ്പുരാൻ സിനിമയുടെ FD എന്ന് പറയുന്നത് 14 കോടി 7 ലക്ഷം രൂപയാണ്. ലിയോയുടെ FD 12 ആയിരുന്നു. അതായിരുന്നു കേരളത്തിലെ ഹയസ്റ്റ് FD. അത് പ്രീസെയിൽ വഴി തന്നെ എമ്പുരാൻ തൂക്കിയിരുന്നു. കർണാടക കളക്ഷൻ 3 കോടി 80 ലക്ഷം, നോർത്ത് ഇന്ത്യ കളക്ഷൻ 2 കോടി 50 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 2 കോടി ഫസ്റ്റ് ഡേ, ആന്ധ്ര തെലുങ്കാന 1.5 കോടി. അങ്ങനെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് ഫസ്റ്റ് ഡേ എമ്പുരാൻ നേടിയിരിക്കുന്നത് 23 കോടി 87 ലക്ഷം രൂപയാണ്. പിന്നെ ഓവർസീസിൽ നിന്ന് 43 കോടി 10 ലക്ഷം രൂപ. അങ്ങനെ ആകെ മൊത്തം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് 67 കോടി രൂപ. ഇനി സെക്കൻഡ് ഡേ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം സെക്കൻഡ് ഡേ 8 കോടി 45 ലക്ഷം രൂപ. കൊലത്തൂക്കാണ് സെക്കൻഡ് ഡേയിൽ നടന്നിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം കേരളത്തിലെ 2 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 22 കോടി 52 ലക്ഷം രൂപ. റെസ്റ്റ് ഓഫ് ഇന്ത്യ 13 കോടി 6 ലക്ഷം രൂപ. ഓവർസീസ് 65 കോടി 4 ലക്ഷം. അങ്ങനെ 2 ദിവസത്തെ എമ്പുരാൻ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 101 കോടി 52 ലക്ഷം. ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ എമ്പുരാൻ്റെ ഫൈനൽ കളക്ഷൻ വരുന്നത് എത്രയാണെന്ന് നമുക്കൊന്നും ചിന്തിച്ചു വെക്കാൻ പോലും പറ്റൂല. ആ ലെവല് ബോക്സ് ഓഫീസ് കൊലപാതകമായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ശേഷമാണ് പ്രൊഡക്ഷൻ ടീം എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ പുറത്ത് വിട്ടത്. അപ്പോഴേക്കും പലരും കരച്ചിൽ തുടങ്ങി. ഫേക്കാണ്, എന്താ പറയുക, തള്ളിക്കയറ്റിയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒഫീഷ്യലായി 2 ദിവസത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ വരെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കൺഫേം ആണ് സിനിമ 2 ദിവസം കൊണ്ട് 100 കോടി തൂക്കിയത് സത്യം തന്നെയാണ്, കള്ളമല്ലാന്ന്. പിന്നെ കരയുന്നവർ അത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അവർക്ക് അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതുവരെ വന്ന മലയാള സിനിമകളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറിയ സിനിമകൾ 5 എണ്ണമാണ് ഉള്ളത്. അതിൽ 5ാം സ്ഥാനത്തുള്ളത് ലൂസിഫറാണ്. 12 ദിവസം കൊണ്ടാണ് ലൂസിഫർ 100 കോടി നേടിയത്. 4ാം സ്ഥാനത്ത് മഞ്ഞുമ്മൽ ബോയ്സ് 12 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറി. 3ാം സ്ഥാനത്ത് 2018 11 ദിവസം കൊണ്ട്. 2ാം സ്ഥാനത്ത് ഗോട്ട് ലൈഫ്, അതായത് ആടുജീവിതം 9 ദിവസം കൊണ്ട്. 1ാം സ്ഥാനത്ത് എമ്പുരാൻ 2 ദിവസം കൊണ്ട് എമ്പുരാൻ വേൾഡ് വൈഡ് 100 കോടി തൂക്കി. അങ്ങനെ കേരളത്തിലെ ഹയസ്റ്റ് FD റെക്കോർഡും ഇനി ലാലേട്ടൻ്റെ പേരിൽ അറിയപ്പെടും. അതുപോലെ ഫാസ്റ്റസ്റ്റ് 100 കോടി ക്ലബ്ബ് എന്ന റെക്കോർഡും ലാലേട്ടൻ്റെ പേരിൽ അറിയപ്പെടും. ഇനി എമ്പുരാൻ്റെ കേരളത്തിലെ FD ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്താ പറയുക, ബാലികറാമല എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് അവസ്ഥ. എമ്പുരാൻ്റെ കേരള FD ഇനി ബീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ L3 വരണം, അതായത് ഖുറേഷി അബ്രഹാം ഒരു വരവ് കൂടി വരണം. അല്ലെങ്കിൽ പിന്നെ വേറൊരാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ലിയോ ദാസ് ഒരു വരവ് കൂടി വരേണ്ടി വരും. ലിയോ 2 വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് എമ്പുരാൻ FD വീഴും. പുതിയൊരു FD ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു ഡൗട്ടും വേണ്ട. ലാലേട്ടനെ കൊണ്ട് വിജയിനെ കൊണ്ടും അല്ലാണ്ട് വേറൊരാൾക്കും കേരളത്തിൽ പുതിയൊരു FD ക്രിയേറ്റ് ചെയ്യുക, ഹയസ്റ്റ് FD ബീറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ്.
അത് വേറൊരു ആക്ടർ വന്നിട്ട് ഒരു കാര്യമില്ല. അതിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നോട്ടെ ഒരു കാര്യമില്ല. ആ ലെവൽ ഫാൻ ബേസും ഹൈപ്പുമാണ് ലാലേട്ടനും വിജയ്ക്കും കേരളത്തിലുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.